എൻ ജീവനെ അകലെ നമ്മൾ എന്നെന്നും ചിമ്മിടാതെ വാർമയിൽ പീലി മാഞ്ഞിടാതെ മിഴിയിണയിൽ ഹൃദയം. എന്നിട്ട് കിട്ടിയോ? എന്റെ പെണ്ണാണെന്ന് ഞാൻ എവിടെയും കൊണ്ടാ പോണേ. പിന്നെ കല്യാണം ഞാൻ നടന്നു കഴിഞ്ഞാ ആ കുട്ടീന്റെ അച്ഛനോട് എനിക്ക് പിന്നെ മുഖത്ത് നോക്കണ്ടാണ്. അപ്പൊ ശരി, ഇവനെന്ത് ദേഷ്യത്തിലൊക്കെ നോക്കണോ? സീരിയസ് ആയിട്ട് അല്ല ഞാൻ ബിസ്ക്കറ്റിലായി ഇതെന്താണ് ഇത് കഴിക്കുന്ന സാധനമല്ല, ഇത് പാട്ടാണ്. അതെ, എണ്ണ തേപ്പിക്കുന്ന മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അത് കുളിപ്പിക്കലും കൂടി നിങ്ങൾ. ഞാനല്ല തേച്ചത്, നീയാണ് മൊത്തത്തിൽ തേച്ചത്. ഞാൻ തേച്ചിട്ടൊന്നുമില്ല. എനിക്ക് സാങ്കേതിക തടസ്സം. സാങ്കേതിക തടസ്സം ഇപ്പൊ ഇവനുണ്ടായില്ലേ? അത് തന്നെ സാങ്കേതിക തടസ്സം. കൈ കിട്ടിയപ്പോ എന്ത് പറയണോന്ന് അറിഞ്ഞൂടാ. മുളകിന്റെ ഫ്ലേവറിൽ ഓർബിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ചവച്ചോ. ഇത് അഭിനയിക്കുന്നത് കണ്ടാലറിയാം. ചവച്ചു, എരിവില്ലല്ലോ. നല്ല എരിവുണ്ട്. മൊത്തം തിന്നാ മതി. അല്ല, അത് പുള്ളി വേണം. മതി. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് കാർഡ് ഗെയിം ആണ് കേട്ടോ. പക്കത്തില് ഈ കാർഡ് ഗെയിം എന്ന് പറഞ്ഞ ഈ ബോക്സിനകത്ത് ഞാൻ കുറച്ച് കാർഡിങ് എടുക്കാണ്. ഈ ടേബിൾ ഇങ്ങോട്ട് വെക്കാല്ലേ? അടുപ്പിച്ച് വെക്കണോ? ചീട്ട് കളിക്കാനാണ് എടുത്തു തരും. ഓക്കെ, ഞാനിപ്പോ കുറച്ച് കാർഡ് അതിനകത്തുനിന്ന് എടുത്തു. ഇതിനകത്തുനിന്ന് ഒരു കാർഡ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും. അപ്പൊ അതിനകത്ത് ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അതിനെ വെച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പറയാം. ഓക്കെ, ആദ്യം ഞാൻ സൂരജിന് കൊടുക്കാം. സൂരജനാണ് നമുക്ക് ഇത് പനിഷ്മെന്റ് പോയിരിക്കുന്നത്. സൂരജനുള്ളതാണ്. ബാലഗോപാലിന്റെ എണ്ണ തേപ്പിച്ചു. ബാലഗോപാലനെ എണ്ണ തേപ്പിച്ചപ്പോ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത് സൂരജ്? ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ചതിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ചാൽ അത്ര ശരിയില്ല. അങ്ങനെ അല്ല, ഒരാള് ബാലഗോപാലനല്ലേ ഒന്നുമില്ലെങ്കിൽ അയാൾ അങ്ങനെ എണ്ണ തേപ്പിക്കാൻ പാടില്ലല്ലോ. പിന്നെ അയാളെ പിന്നെ എന്ത് എണ്ണ തേപ്പിക്കാതെ? അയാളെ വല്ല ചൂടുവെള്ളത്തില് കുളിപ്പിക്കണം. എണ്ണ തേപ്പിച്ചിട്ട് കുളിപ്പിച്ചല്ലോ. അതെ, എണ്ണ തേപ്പിക്കുന്ന മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, അത് കുളിപ്പിക്കലും കൂടി നിങ്ങൾ. ഞാനല്ല തേച്ചത്, പിന്നെ ആരാ തേച്ചത്? നീയാണ് മൊത്തത്തിൽ തേച്ചത്. ഞാൻ തേച്ചിട്ടൊന്നുമില്ല. എനിക്ക് എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? മലയാളം വായിക്കാൻ അറിയില്ല എന്നിട്ടാണ് ഇംഗ്ലീഷ് എഴുതിയത്. അപ്പൊ അത് വായിക്കാം. സാങ്കേതിക തടസ്സം. സാങ്കേതിക തടസ്സം ഇപ്പൊ ഇവനുണ്ടായില്ലേ? അത് തന്നെ സാങ്കേതിക തടസ്സം. കൈ കിട്ടിയപ്പോ എന്ത് പറയണോന്ന് അറിഞ്ഞൂടാ. അല്ലല്ല, ഇതെന്താ, ഇതിനെ കുറിച്ച് എന്താ പറയാ എനിക്കറിയില്ല. നീ ബിഗ് ബോസിനകത്ത് ചെയ്തോണ്ടിരുന്ന കാര്യം തന്നെ. ബാലഗോപാലൻ എന്നെ അല്ല, എന്നെ ചേച്ചി എന്നാ ഒരു തത്തയും കൂടെ കൊണ്ടുവന്നു ചേച്ചി. ചീട്ടെടുപ്പിക്കാൻ എന്താണ്? 2 ലഡു. ഇതാണ് 2 ലഡു. ഇതായിരിക്കട്ടെ 2 ലഡു. ഒരു വലിയ ലഡു, ഒരു ചെറിയ. അതിനെന്ത് പറയണ? നമ്മുടെ എന്താ രാമേശ്വരൻ ലഡുവോ? രാമേശ്വര അത് വലിയ ലഡു. ഇനി ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. എന്റെ അടുത്തിരിക്കുന്ന ഒരു വലിയ ലഡു, ഒരു കുഞ്ഞു ലഡു. പറയുന്നുണ്ട്. ലഡുവിനെ കുറിച്ച് പറയുമ്പോ കല്യാണം ഇങ്ങനെ ഇതിനൊക്കെ പോയിട്ടുണ്ട്. പെണ്ണാണലിൽ പോയിട്ടുണ്ട്. പെണ്ണാണലിൽ ഞാൻ 1-2 പേരുടെ കൂട്ടിന്. സ്വന്തമായിട്ട് പെണ്ണ് കാണാൻ പോയിട്ടില്ല. അതെന്താ പൂവത്താക്കിൽ പെണ്ണുങ്ങളെ കാണാൻ പോയിട്ടുണ്ട്, ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ. അല്ലാതെ ഞാൻ ഒഫീഷ്യലി മിച്ചറും മറ്റേ ജിലേബിയൊക്കെ ഇതുവരെ. അത് ഉടനെ വല്ല ഉണ്ടാവോ? ഞങ്ങളും വരടാ. എന്റെ പെണ്ണാണെന്ന് ഞാൻ എവിടെയും കൊണ്ടാ പോണേ. പിന്നെ കല്യാണം ഞാൻ നടന്നു കഴിഞ്ഞാ ആ കുട്ടീന്റെ അച്ഛനോട് എനിക്ക് പിന്നെ മുഖത്ത് നോക്കണ്ടാണ്. ഞാൻ പോവില്ല. അത്ര വൃത്തികെട്ടവനാണെന്ന് മുടങ്ങി. 2 ലഡു കഥ എവിടെ പോയി നിന്നെന്ന് ആലോചിച്ചേ. ഇവൻ കണ്ടതിൽ ഏറ്റവും വലിയ വൃത്തിയായിട്ടാണ്. നിന്റെ 3 കാമുകിമാരെ എനിക്കറിയാം. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. എല്ലാം ഞാൻ വെച്ചിട്ട് ഇപ്പൊ തന്നെ പൊളിയോട്ടല്ല. അടുത്തതിലേക്കോട്ടെ. കടക തന്നെ മതി. ഇനി നമുക്ക് അടുത്ത ചക്കത്തിലേക്ക് പോവാം. അടുത്ത ചക്കം വിസിലൊക്കെ റെഡിയാക്കിക്കോളൂ. ബിഗ് ബോസ് അൾട്ടിമേറ്റിലേക്ക് വിളിച്ചാൽ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണെങ്കിൽ മാത്രം ഒരു കൈ നോക്കും.
മാത്രമല്ല അല്ലെങ്കിലും നോക്കും അല്ലെങ്കിലും നോക്കും അല്ലെങ്കിലും നോക്കും. അതാണ് സംഭവം. അല്ല അല്ലല്ല ഈ അഖിലേട്ടൻ അല്ല ഒരുമിച്ചാണെങ്കിലും പോവും. വേറെ ആരെപ്പോഴേ പോവാൻ പ്ലാൻ ഉണ്ട് അഖിലേട്ടന്. അതെ, ഞങ്ങളെ കൂട്ടാതെ വേറെ ആരുടെയോ കൂടെയൊക്കെ പോവാൻ പ്ലാനിങ് നടക്കുന്നുണ്ട്. അതാരുടെയൊക്കെ കൂടിയാ? ഏയ് അത് ചുമ്മാ അവിടെ അല്ല തമാശ. അത് നല്ല ആൾക്കാരൊപ്പം തന്നെയാണ്. പക്ഷെ ഞങ്ങളെ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിനൊക്കെ പോട്ടെ. അങ്ങനെ നിങ്ങളങ്ങ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകും. ഞാൻ പക്ഷെ വീണ്ടും അവര് പറയൂലേ 2 വാഴകൾ. ഇപ്രാവശ്യം വാഴ അഖിലേട്ടൻ ഇപ്രാവശ്യം തന്നെ ഞങ്ങളെ സഹിച്ച് മടുത്തു എന്നാ പറയണേ. അപ്പൊ വേറെ ആളെ മാറ്റി പിടിക്കാൻ നോക്കുകയാണ്. അല്ല ഞങ്ങള് 3 പേരുമായിട്ട് വിളിച്ചാ പോവൂലേ? ഉറപ്പറ്റൂ. പോവും. അത് ഞാൻ വരുമെന്ന് നിനക്കെന്ത് ഉറപ്പ്? അല്ലെങ്കിലും പോവും. അല്ലെങ്കിൽ സാഹചര്യം പോലെ ഇപ്പോഴത്തെ അറിയില്ലല്ലോ. ഓക്കെ ശരി. അപ്പൊ നമുക്ക് അടുത്ത പക്കത്തിലേക്ക് പോവാം. റെഡി ആയിക്കോളൂ. സാഹചര്യം പോലെ എന്നൊക്കെ പറയുന്നിട്ട് അതൊന്നും ഇപ്പൊ അങ്ങ് വിളിക്കുമെന്ന്. ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ചെന്ന കണ്ടന്റ് കൊടുക്കണം. സിംപിളായി കളി. അല്ല, കുറച്ച് വാക്കുകളുള്ള ഒരു ഗ്ലാസ് ട്രേ തരും. 3 പേരും കൂടി ഒരു സിനിമ ഗാനം ഏതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് കുറച്ച് പാട്ടുകളൊക്കെ ഈ ചീട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഒരു ഇത് എടുത്തുമ്പോ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് വെച്ച് നിങ്ങൾക്ക് അത് ഏത് പാട്ടിലുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റിയാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ വലിയൊരു സമ്മാനം നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിലെ ഒരു മൂന്നുപേരും കൂടെ ഇനി ഇതിനകത്ത് ഒരൊറ്റ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് പാട്ട് ഇതിനകത്ത് ഒരൊറ്റ എണ്ണം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഒരു ക്ലൂ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു പേപ്പറും കൂടെ എടുത്തു. അതിലെല്ലാം ഒരു പാട്ട് തന്നെയാണ്. ഒരു പാട്ടിന്റെ തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് പാട്ട് കിട്ടിയെങ്കിൽ അപ്പൊ നിങ്ങൾ 2 എണ്ണല്ലേ എടുത്തേ, അപ്പോഴും നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറിയൊരു ഗിഫ്റ്റ് കിട്ടും. ഇനി നിങ്ങൾ മൂന്നാമത് വേറൊരു ക്ലൂയിലേക്കും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും ഇല്ല. നിങ്ങൾ പാട്ട് അവിടെ ഇരുന്ന് പാടുക മാത്രം. ഓക്കെ, അപ്പൊ ശരി. ഇവനെന്ത് ദേഷ്യത്തിലൊക്കെ നോക്കണോ? സീരിയസ് ആയിട്ട് അല്ല ഞാൻ ബിസ്ക്കറ്റിലായി ബിസ്ക്കറ്റ് ഇതെന്താണ് ഇത്? എടുത്ത് കഴിക്കുന്ന സാധനമല്ലേ ഇത്, പാട്ടാണ്. അയ്യോ എൻ ജീവനെ എല്ലാവരും കൂടെ ഒരെണ്ണം എടുക്കാവുള്ളൂ. ഒരെണ്ണം എടുക്കാവുള്ളൂ അറ്റ് എ ടൈം. 3 പേരും കൂടെ ഒരെണ്ണോ? 3 പേരും കൂടെ ഒരെണ്ണം. എന്നിട്ട് പാട്ട് പറയണം. ഞാൻ ഇപ്പൊ എടുത്തരാം. മാറി കൊണ്ട് എവിടെ? വാർമയിൽ പീലി പറടാ. കൊല്ലു. നീ ഇവിടെ കിട്ടിയോ? എന്താ എഴുതിയിരിക്കുന്ന പറ. വാർമയിൽ പീലി. വാർമയിൽ പീലി വാർമയിൽ പീലി. വാർമയിൽ പീലി വീശി. ഒന്നും കൂടെ ഒന്ന് എടുക്ക. അപ്പൊ നിങ്ങൾക്ക് വലിയ ഗിഫ്റ്റ് പോയിട്ടോ. വലിയ ഗിഫ്റ്റ് പോയല്ലേ? വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ പോട്ടെ. വലിയ ഗിഫ്റ്റ് എൻ ജീവനെ എന്ന ശ്വാസമേ. അല്ല, ആ പാട്ടല്ല, തെറ്റിപ്പോയി. എൻ ജീവനെ ആ പാട്ടല്ല. എൻ ജീവനെ എന്നല്ലേ അതിലുള്ളൂ. ആ പാട്ടിനകത്ത് ഈ ഒരു വാക്കും കൂടെ വരുന്നില്ല. അടുത്തതല്ല ആടെ എല്ലാം എടുത്തു. നിങ്ങൾക്ക് ഗിഫ്റ്റ് എല്ലാം എടുത്തു. പിന്നല്ലാതെ നമ്മൾ എന്നെന്നും ചിമ്മിടാതെ വാർമയിൽ അത് ഓരോന്ന് എന്തൊക്കെയാന്ന് വായിച്ചേ. ഇനി എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു പസിലാണ്. എൻ ജീവനെ അകലെ നമ്മൾ എന്നെന്നും ചിമ്മിടാതെ വാർമയിൽ പീലി മാഞ്ഞിടാതെ മിഴിയിണയിൽ ഹൃദയം. എന്നിട്ട് കിട്ടി. ഞാനൊരു ബിസ്ക്കറ്റ് കഴിക്കട്ടെ. എന്നിട്ടും കിട്ടിയിട്ടില്ല. കഴുകി വല്ല നടക്കുവോ? എന്തെങ്കിലും ഹൃദയം അകലെ. എന്നിട്ടാണ് ഒരെണ്ണത്തിൽ പറയണം, 2 എണ്ണത്തിൽ പറയണം. മിഴിയിണയിൽ. അതെ, നിങ്ങളൊക്കെ തീരെ പോയിരിക്കും. ഞാൻ ഓരോന്നോരോന്നും വായിക്കാം, എന്നിട്ട് നടക്കാം. ചേച്ചിക്ക് അറിയോ? എനിക്ക് പറഞ്ഞു നോക്കാലോ. നോക്കിട്ട് പറ. എല്ലാം തരൂ. ചേച്ചിക്കില്ലട്ടോ ഗിഫ്റ്റ്. നിങ്ങൾക്കേ ഗിഫ്റ്റ് തരൂല. നിങ്ങളിത് 1-ലും പറഞ്ഞില്ല, 2-ലും പറഞ്ഞില്ല. ഇനി എന്താന്നറിയോ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മാഞ്ഞിടാതെ അകലെ എന്തെങ്കിലും കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്ക്. ഹൃദയം എന്റെ ജീവനെ. മാഞ്ഞിടാതെ അകലെ ഹൃദയം എന്റെ ജീവനെ. ചിമ്മിടാതെ ചിമ്മി മിന്നിച്ചിറങ്ങുന്നു. ചിമ്മിടാതെ വാർമയിൽ പീലി. നമ്മളെന്നും. നീ ഒരു മ്യൂസിക് ഷോ ആങ്കർ ചെയ്ത ആളല്ലേടി? മിഴിയിണയിൽ. ഇങ്ങനെയൊന്നും പറഞ്ഞാ എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ പ്രൊഡ്യൂസറിന്റെ വക വലിയൊരു ട്രീറ്റ് ആണെന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ഇവിടെ ക്രൂവിൽ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവര് പറയാത്രേ. അവരെല്ലാം ഉണ്ടാക്കിയത്, അപ്പൊ അവർക്ക് പറയാലോ. പ്രൊഡ്യൂസർ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ക്യാമറ കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ
നിങ്ങൾക്ക് കിട്ടിയാ? ഇല്ല. ഇന്നത്തെ ദിവസം അറിയാലോ എന്താന്ന്. മിഴിയിണയിൽ ഇന്ന് ട്രീറ്റ് കിട്ടില്ല. ഇന്ന് മറ്റേ ഇനി എല്ലാരും കൂടെ ഇന്ന് എന്തായിരുന്നു ദിവസം? ലഹരി വിമുക്ത ദിനമായിട്ട് ഇന്ന് അത് നടക്കൂല. അല്ല, ഇതേ ഞാനൊരു ക്ലൂ തരാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും, പ്രൊഡ്യൂസർ ഞാനും ഒഴികെ ബാക്കി എല്ലാവരും ആലോചിച്ചോണം. ഓക്കെ, ടൊവിനോയുടെ മൂവിയിലെ ഒരു പാട്ടാണിത്. ഒരു ക്ലൂ ഞാൻ തന്നിരിക്കുക. എന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലൂ തന്നതാ. ടൊവിനോ അഭിനയിച്ച മൂവിയിലെ പാട്ടാണ്. മിഴിയിണയിൽ, നമ്മൾ എന്നെന്നും, വാർമയിൽ പീലി, ഇടക്കാട് ബറ്റാലിയനിലെ സിനിമയുടെ പേരും കൂടെ പറയട്ടെ എന്നാല്. ഒരു വാഹനത്തിന്റെ പേരാണ് സിനിമയ്ക്ക്. തീവണ്ടി. അതിലെ പാട്ട. ഇത്രയും പറഞ്ഞു തന്നില്ലേ? എന്നാ പാട്. അല്ല, ആ പാട്ടല്ല. അല്ല, മറ്റേ ആ അപ്പുറത്ത് വള്ളത്തിൽ കയറ്റി അപ്പുറത്ത് കൊണ്ടുപോകില്ല ഇവനെ വലി നിർത്താൻ. അല്ലടാ, അതുമല്ല. മുഖപാടലം. അയ്യോ സോറി, ക്ലൂ പ്രൊഡ്യൂസർ പറഞ്ഞത് തെറ്റിപ്പോയി. മറഡോണയാണ്. കാറല്ല. പോയി. അപ്പൊ ഇനിയിപ്പോ ഗിഫ്റ്റ് തന്നേ പറ്റൂ. പ്രൊഡ്യൂസറിനും തെറ്റി. കാറല്ല. എടോ പ്രൊഡ്യൂസറെ, കാട് ഞാൻ പറഞ്ഞല്ലോ പടം ഇടക്കാട് ബറ്റാലിയൻ അതറിയാ. വരൂ. അത് പറഞ്ഞു. അപ്പൊ എനിക്ക് ഗിഫ്റ്റ് ഇല്ല, നിങ്ങളല്ല, ഞങ്ങളുടെ ക്രൂ ആ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ക്രൂവിനെ പോവുള്ളൂ. അവൻ സിനിമ പറഞ്ഞു, ക്രൂ പാട്ട് പറഞ്ഞു. അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അവന് കിട്ടിയ ഞങ്ങൾക്ക് കിട്ടും. സംഭവം ഒരു ഫുള്ള് കിട്ടും. എടാ, ഇന്ന് ലോക എന്താ ലഹരി വിരുദ്ധ ദിനം. അതില് കിട്ടിയ ബെസ്റ്റ് അല്ലേ? ഇന്ന് കിട്ടണ അടിപൊളിയല്ലേ? നമ്മുടെ പ്രൊഡ്യൂസർ ഇന്ന് വലിയൊരു ട്രീറ്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും അത് വീതിച്ച് എല്ലാവർക്കും കൂടെ പറ്റുന്ന പോലെ എടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചക്കത്തിലേക്ക് പോവാം. റെഡി. ശരിക്കും ഡേ കെയർ എടുത്തുന്ന ടീച്ചറിന്റെ അവസ്ഥയാണ്. ചേച്ചിക്ക് ഒരു ചൂടും കൂടി വേണം. ഒരു വകയിൽ. ഓക്കെ, ഇന്ന് ഈ ചേച്ചിക്കല്ലേ ഇതിന് പറഞ്ഞിരുന്നു. ഏത് സമയത്താ വന്ന് ആദ്യം അയ്യോ അഖില് പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഈ എന്റെ നീ എന്നെ നാശത്തിലേക്കല്ലടാ വിളിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വലുത് വരാനുണ്ട്. ഓക്കെ, അടുത്തത്. ഇന്ന് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി വരുന്ന വഴി ഏറ്റവും കൂടുതൽ തവണ രമ്യയെ കുറിച്ച് സംസാരിച്ചത് സൂരജാണ്. ഇല്ല, ഞങ്ങളെ പറ്റി ഒന്നും പറഞ്ഞു പോലില്ല. ഇല്ലേ, നിങ്ങൾ ആരും എന്നെ കുറിച്ച് സംസാരിച്ചില്ല. അവൻ മാത്രം. ആണോ? ലവൻ മാത്രം. എന്ത് കുറ്റം. ഞാൻ അതാ ഇവിടെ നിന്ന് തുമ്മി ഇരുന്നത്. അല്ല, ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെയാണോ പറഞ്ഞത്? ഇന്നലെ അല്ലേ പറഞ്ഞുള്ളൂ. പോയി തെറ്റിപ്പോയി. ഇന്നലെയാണ്. എന്തായാലും അങ്ങനെ തെറ്റ് ആൻസർ പറഞ്ഞതിന് അടുത്ത പണിഷ്മെന്റ് എന്തെങ്കിലും കൊടുക്ക്. അഖിലിന് ഇഷ്ടമുള്ള സംഭവമാണല്ലോ പാട്ട്. മ്യൂസിക് സെഗ്മെന്റ് ആർക്ക് വേണമെങ്കിലും പാടാം. പക്ഷെ ആ പാട്ടില് സ എന്ന അക്ഷരം ഒരിടത്തും വരരുത്. പാട്ട് പാടാൻ സാ വരരുത്. പാടടാ നീ ഒരു പാട്ട് പറ. ഞാൻ 5 കൗണ്ട് ചെയ്യും. 5 കൗണ്ട്സിനുള്ളിൽ 5 ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യും ബാക്കിലേക്ക്. അതിനുള്ളിൽ പാട്ട് പാടിക്കണം. ഓക്കെ, അത്ര സമയമുള്ളൂ ആലോചിക്കാൻ. അതിനകത്ത് പാടില്ല. 5 4 3 മണിക്കിനാവിൻ കൊതുമ്പു വള്ളം തുഴഞ്ഞു വന്നു ഇന്നെനിക്കു വേണ്ടി. അടുത്ത വരി വെയിൽ പിടാക്കൾ പറന്നു വന്നു. അത് പറ്റൂല. അടുത്ത വരി പറ. പകൽക്കിനാവിൽ ഇന്നവൾക്കു വേണ്ടി. വെരി ഗുഡ്. സായില്ല, ആ പാട്ടിൽ സായില്ല. പഠിച്ചു വന്നിരിക്കുക. എനിക്ക് ശരിക്കും ബുദ്ധി ഇച്ചിരി ഉണ്ടല്ലേ. പാട്ടുകൾ അറിയാം, അതുകൊണ്ടാണ്. ഇനി അടുത്തതിലേക്ക് പോണം കേട്ടോ. നിങ്ങളിൽ കുറച്ചെങ്കിലും പോസസീവ്നെസ് കൂടുതൽ സുചിത്രയ്ക്കാണ്. എല്ലാരും പറഞ്ഞു ഇത്ര പോസസീവ് ആണോ സുചിത്ര? എന്നെ എവിടെ കൊണ്ടുപോകത്തില്ലേ? നല്ലല്ലേ? ഞാൻ പൊസസീവ്നെസ് കാണിക്കായിരുന്ന ഇപ്പൊ നമ്മളോട് പഴയ സ്നേഹമൊന്നും ഇല്ലാന്ന് പറയും. കാണിച്ചാ പറയും യോ എന്തൊരു ശല്യ ഈ പെണ്ണിനെ കൊണ്ട്. അങ്ങനെ ഈ പെണ്ണ് ശല്യപ്പെടുത്തിയിരിക്കുന്ന എപ്പോഴാ പറയട്ടെ കേക്കട്ടെ. ഈ പെണ്ണ് നിങ്ങൾ പറഞ്ഞില്ലേ ഈ പെണ്ണ് എപ്പോഴും ശല്യപ്പെടുത്തുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ ഇവള് നമ്മളെ ശല്യപ്പെടുത്തി ഇവളുടെ എന്തൊരു പോസസീവ്നെസ് ആണ് ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് ഏത് സമയത്തായിരിക്കും? അങ്ങനെ ശല്യപ്പെടുത്തില്ല കേട്ടാ, ശല്യപ്പെടുത്തില്ല. പക്ഷെ ലെവല് കുറഞ്ഞു. പൊസസീവ്നെസ്സും അല്ല, ഈ വരാൻ പറ്റാത്തതിന്റെ
കുത്തലെന്ന് പറയില്ലേ? യെസ് 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 യെസ്. അതായത് അവളുടെ ഇപ്പൊ തന്നെ ലാസ്റ്റ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ ഫിനാലെ ഷൂട്ടിന് ഇവരെല്ലാരും പോയി. എന്നെ മാത്രം എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്നെ വിളിച്ചിരുന്നു, പോകാൻ പറ്റിയില്ല. അതുപോലെ അത് അപ്പൊ നമ്മളെല്ലാരും അവിടെ എൻജോയ് ചെയ്തപ്പോ ഇവരെല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് കുശുമ്പൂത്തൂലേ? അപ്പൊ അതിന്റെ പേരിൽ ഒരു 3-4 ദിവസം വഴക്കുണ്ടാക്കി. അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റും. അതിന് നിങ്ങൾ എന്ത് ചെയ്തു അല്ലേ? അതെ, അതുപോലെ ഒരു TV അവാർഡാണോ ടെലിവിഷൻ അവാർഡ് കണ്ട് നമ്മൾ ഒരുമിച്ച് ചെയ്തല്ലേ, അതിന് നമുക്ക് വരാൻ പറ്റിയില്ല. അന്നും കുശുമ്പത്തി. അത്രേ ഉള്ളൂ. നമുക്ക് ചക്കം പക്കം എല്ലാം കഴിഞ്ഞു. നമുക്ക് ഈ സെഗ്മെന്റ് ഒക്കെ തീർന്നു. നമുക്ക് ഇനി അടുത്ത കലാപരിപാടിയിലേക്ക് കിടക്കാം. കഴിഞ്ഞില്ലേ? നമുക്ക് അടുത്ത ഫണ്ണും കാര്യങ്ങളൊക്കെ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ വിസിലിന്റെ പരിപാടി ആ വിസിലിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വിസിലൊക്കെ തിരിച്ചു വന്നോളൂ. ബീറ്റ് ദ സ്റ്റാർസിന്റെ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ദേ നിങ്ങളുടെ അവിടെ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നുണ്ട്. ആ പ്രോപ്പർട്ടിയിലെ കുറെ വെജിറ്റബിൾ കാണാം. നിങ്ങൾക്ക് വേറെ കുറെ ഐറ്റംസ്, വേറെ ഭക്ഷണ പച്ചമുളക്, അങ്ങനത്തെ വേറൊരു ഐറ്റം ഉണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. ഒരു മീറ്റർ സ്കെയിലാണത്, ലവ് മീറ്റർ സ്കെയിലാണ്. അപ്പൊ ഇങ്ങനത്തെ പല പല ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പൊ അതിൽ ഓരോന്നും എടുത്ത് ചിലത് നിങ്ങൾക്ക് പനിഷ്മെന്റിനുള്ളതാണ്, ചിലത് നിങ്ങൾക്ക് ഗെയിം ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ പല പല സംഭവങ്ങളാണ് അതൊക്കെ. അപ്പൊ അതിലേക്കൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വേറൊരു ഗെയിമിലേക്ക് പോവാണ്. അതെന്ന് വെച്ചാല് ഹു ഇസ് ദ സ്റ്റാർ. അതാണ് സ്റ്റാർ. അതാണ് എന്റെ കയ്യില് ഇവിടെ 3 സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇത് സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് ഇവിടെ മാറ്റി വെക്കട്ടെ. ഓക്കെ, ഇതില് നിങ്ങളില് ആരാണ് ആദ്യം വരുന്നത്? ലേഡീസ് ഫസ്റ്റ് അല്ലേ? സുചിത്രയെ തന്നെ ആദ്യം വിളിച്ചാലോ? ഓക്കെ, അപ്പോൾ സുചിത്രയുടെ നെറ്റിയിലേക്ക് ഞാൻ ഇതങ്ങ് ഒട്ടിക്കും ഈ സ്റ്റിക്കർ. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാറിന്റെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾ സംസാരിക്കരുത്, ആക്ട് ചെയ്ത് സുചിത്രനെ കൊണ്ട് ഇതിലിരിക്കുന്ന സ്റ്റാർ ആരാണ് നിങ്ങൾ 2 പേരും കൂടെ ചേർന്ന് അത് പറയിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞാൽ ഗെയിം ഒരു ഗിഫ്റ്റ് ഉണ്ട്. പറഞ്ഞില്ലെങ്കിൽ പനിഷ്മെന്റ് ഉണ്ട്. അവരുടെ പച്ചമുളക് അതായത് നമ്മൾ നല്ലവണ്ണം പറഞ്ഞു കൊടുത്തില്ലേ ഇവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പഠിച്ചോട്ട് കൊടുക്കാം. പനിഷ്മെന്റ് നിങ്ങൾക്കായിരിക്കും തരാ. നിങ്ങൾ അറിഞ്ഞോണ്ട് മര്യാദക്ക് കാണിക്കാതിരുന്നാലോ? അങ്ങനെ അല്ല, അറിഞ്ഞോണ്ട് കാണിക്കും. അപ്പൊ ഇവള് പറഞ്ഞില്ലേ പനിഷ്മെന്റ് കിട്ടും. പണിഷ്മെന്റ് തരത്തല്ലടാ. എണീറ്റ് നിന്നോ, ഇച്ചിരി വെള്ളം ചേർക്കാം. നിങ്ങൾ മര്യാദക്ക് പറയിപ്പിക്കാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞില്ലെങ്കിൽ പനിഷ്മെന്റ് തരാൻ പോണത് പാവം സുചിത്രയ്ക്കായിരിക്കില്ല, നിങ്ങൾക്കായിരിക്കും പനിഷ്മെന്റ് കിട്ടുക. മര്യാദക്ക് പറഞ്ഞതാ. അതായത് നമ്മുടെ രണ്ടുപേരുടെയും സംസാരിക്കരുത്. സംസാരം അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കോമൺ ഫ്രണ്ട് കുറെ പേരുണ്ട്. എനിക്ക് പറഞ്ഞൂടെ? ആരുടെ ലവ്? ലവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്നോ? ലവ് ഇട്ട് കറക്കാനോ? ലവ് എന്ന് പറഞ്ഞാൽ ആരോടൊക്കെയാണ് സുചിത്രയ്ക്ക് ലവ് ഉള്ളത്? അല്ലേ, അതുമല്ലേ ലവ്. എഴുതി കാണിക്കാൻ പോണോ? ലവിന്റെ വേറെ പ്രേമം, പ്രണയം. ഇത് ഞാനാണല്ലോ ആൻസർ പറയുന്നത്. ചേച്ചി ഇവിടെ അതെ, സുചിത്ര റിയാക്ട് ചെയ്യൂ. പ്രേമം ചേച്ചിക്ക് സംസാരിക്കാം ചേച്ചി. അതല്ല, അവൻ കാണിച്ചാലേ പറയാൻ പറ്റുമോ? അത്രയും പ്രേമം. ഞാൻ പറയാം ആൻസർ. കമ്പ്യൂട്ടർ. പ്രേമലു അല്ല, സൂര്യനെ മിണ്ടരുത്. സൂര്യനെ ആക്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. 10 സമയം തരാൻ പോവാ. 9 അത് വെച്ചോ പ്രേമം. 8 മിണ്ടരുത്. 7 6 5 4 ബുക്ക് 3 2 1. ഞാൻ പറയാം. എന്താ പോയി, സമയം കഴിഞ്ഞു. നിങ്ങളുടെ കോമൺ ഫ്രണ്ട് ആണോ? അതെ കൊല്ലി ഞാൻ. ആരാ? അയ്യോ, മറ്റേ കൊച്ചിയിലുള്ള ആളാണോ? അതെ. അയ്യോ, ഫ്രണ്ടിന്റെ പേര് ഇതുപോലും അറിയില്ലാത്ത. എനിക്കറിയാം, അറിയാം. നടക്കില്ല. ഫോർട്ട് വിനയ് ഫോർട്ട് നടക്കില്ല. ഇല്ല, സ്വന്തം ഫ്രണ്ടിന്റെ പേര് പോലും അറിയാത്ത പേര് വിട്ട് വന്നില്ല. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേടി പ്രേമം പറഞ്ഞ ജാവ, കമ്പ്യൂട്ടർ ജാവ, സിമ്പിൾ എന്തൊക്കെ കാണിച്ച് ഇതിനൊക്കെ. എടാ, നിനക്ക് ആ പേര് കൊച്ചി കാണിച്ചുകൂടായിരുന്നോ?
കൊച്ചിയിൽ നീ എങ്ങനെ കാണിക്കും? കൊച്ചി കാണിച്ചാ പറയുകയും ചെയ്യും. ഓ, കൊച്ചിയിൽ വിനയ് ചേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ കൊച്ചിയിൽ. ഇങ്ങനെ കാണിച്ചാ ആ ഏട്ടന്റെ പേര് പറയും, ക്യാമറ പറയും, കണ്ണാടി പറയും. ഹലോ ഹലോ ഇരുന്നു പനിഷ്മെന്റ് കൊടുക്കാൻ പറ്റേ? സ്വന്തം കൂട്ടുകാരന്റെ പേര് പോലും അറിയില്ലാത്ത ഞാൻ ഫോട്ടോ പറഞ്ഞു, വിനയ് വിട്ടു വന്നില്ല. വിനയ് ഇത് കാണുന്നതാണെങ്കിൽ വിനയ് ഈ ഒരു സുഹൃത്തിന്റെ അടുത്ത് ക്ഷമിക്കണ്ട, ഈ സുഹൃത്തിന്റെ അടുത്ത് ഞങ്ങൾ പനിഷ്മെന്റ് കൊടുക്കാൻ ഞാൻ പരിചയമില്ല. പനിഷ്മെന്റ് കൊടുക്കാൻ പോവാണ്. പച്ചമുളക് കഴിച്ചോളൂ. അയ്യോ പച്ചമുളക്, എരിവുള്ള മുളകാണോ നോക്കിയേ. അയ്യോ വേറെ ഇവളിത് ചുമ്മാ കഴിക്കും. ഇവള് പച്ചമുളക് ചേർന്ന് നോക്കിയതാടാ. പച്ചമുളക് കഴിക്കട്ടെ. അയ്യോ എല്ലാ മുളകിലും പിടിച്ച് ദേ കൊടുക്കുന്നു. എരിവില്ലാത്ത എന്തോ എരിവില്ല, ഓ എരിവില്ലാത്ത ഇത് നമ്മുടെ പ്രൊഡ്യൂസറും രമ്യ ചേച്ചി ഇതൊക്കെ കഴിക്കൂട്ടാ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടല്ലേ ഇവിടെ കഴിക്കോ? ഇപ്പൊ എനിക്കുള്ള പനിഷ്മെന്റ് അല്ല ഇത്. കഴിച്ചോളൂ. ഒറ്റയടിക്ക് ഫുൾ കഴിച്ചാ? കഴിച്ചേ, ചവച്ചേ, കള്ളി 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 ഞങ്ങളെ പറ്റിക്കുക. ചവച്ചേ. അയ്യോ ഓർബിറ്റ് ഉണ്ടായിരുന്നു. ആ സാരല്ല, അത് ഇപ്പുറത്തെ ചവച്ചോ. മുളകിന്റെ ഫ്ലേവറുള്ള ഓർബിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ചവച്ചോ. ആ ഓക്കെ ഓക്കെ, ഇത് അഭിനയിക്കുന്നത് കണ്ടാലറിയാം. ആ ചവച്ചു. എരിവില്ലല്ലോ? നല്ല എരിവുണ്ട്. ആണോ? അയ്യോ മതി 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 മതി. അയ്യോ ഓക്കെ, പനിഷ്മെന്റ് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. മോളെ വെള്ളം വേണം മോളെ? എനിക്ക് പഴങ്ങഞ്ഞി കുടിക്കാൻ തോന്നുന്നു. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത തരാ. പച്ചവെള്ളം തന്നെ കൊടുക്കണേ. ഇച്ചിരി വെള്ളം തരുവോ? വരൂ, നിങ്ങൾ രണ്ടുപേരും കൂടെ ആക്ട് ചെയ്ത് കാണിക്കേ. അയ്യോ കാണാൻ പറ്റുന്നില്ലേ? ഇവര് ആക്ട് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. കണ്ടില്ലേ? മിണ്ടരുത് മിണ്ടരുത്. ഞാൻ അഭിനയിച്ച സിനിമ ലിപ്പടക്ക്, ജിമ്മ്, വർക്കൗട്ട്, ഗുണ്ടവേഷം, ഉണ്ണി, ഉണ്ണിക്കണ്ണൻ, കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. ഇതെന്തത്? ശ്രീകൃഷ്ണൻ. മിണ്ടരുത്. ഉണ്ണി ഉണ്ണി മുകുന്ദൻ. നിക്കറൂരിയോ? ട്രൗസറ്, വീൽ ചെയറ്, പടം. ഉണ്ണി മുകുന്ദന്റെ പടത്തിലെ നായിക മഹിമ. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കൊള്ളാം. ഞാൻ ഇതിന്റെ കൂടെ ആയിരുന്നില്ലേ? ഇതിന് പറഞ്ഞു കൊടുത്തോ? ഇല്ല 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 ഇല്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പക്ഷെ ഇതിലും സുചിത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കേട്ടോ. ഇല്ലല്ല, അവളെന്തറിയുമോ, ഇത് രണ്ടുപേരും കൂടെ മത്സരിക്കണ പറഞ്ഞ അവളെന്തറിയുമോ, ഞാൻ എന്റെ മാത്രം മത്സരം ഞാൻ പോക്കട്ടെന്ന് വിചാരിച്ചിട്ടേ എന്നെ താറ്റി താറ്റി ഇരുന്ന്. അതൊന്നുമല്ല, എരിവ് മാറിയിട്ടില്ല. വേണ്ട. അടുത്തതേ തൊപ്പിയൊക്കെ വെച്ച് വന്നിരിക്കുക. കാണാം. അതിങ്ങനെ ലിഫ്റ്റ് ചെയ്താൽ മതി. കാണിച്ചോ. ചിക്കൻ, കോഴി, ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഉസ്താദ് ഹോട്ടല്, പിന്നെ ചിക്കൻ ബിരിയാണി. സിനിമ, ചിക്കൻ ബിരിയാണി. സംസാരിക്കരുത്. ബിരിയാണി ഉള്ള സിനിമയാണോ? ബിരിയാണി. ദൈവമേ, ഇത്ര പെട്ടെന്ന് മനസ്സിലായില്ലേ? അത് തന്നെ. ബിരിയാണി എന്നത് ബിരിയാണി ഒന്നും പറഞ്ഞ എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല ഒരു സൈഡ്. അതിങ്ങനെ ഫോൾഡ് ചെയ്യൂ. ഓക്കെ, ബിരിയാണി. അവരെ നോക്കിയാ നീ കളിക്കും. ഉസ്താദ് ഹോട്ടൽ. ആഹാരം, ബിരിയാണി. ബിരിയാണി ഉള്ള സിനിമ. 10 ബിരിയാണി. 9 8 ബിരിയാണി. 7 പെണ്ണ. 6 ബിരിയാണി പെണ്ണ. 5 പെണ്ണ് ബിരിയാണി. 4 3 പെണ്ണ് എടീ ബിരിയാണി ആരാണ്? ബിരിയാണി എന്തൊരു കാര്യം പറഞ്ഞു. ബിരിയാണി തമിഴ് പടമല്ലേ? മലയാളം. മലയാളത്തിൽ ബിരിയാണി. അതുണ്ട്. സംവിധായകൻ ചങ്കാണ് ആണല്ലേ? ഓ,
എടാ ഇല്ലേല നീ അത് പറഞ്ഞ ഈ ബിരിയാണി ബിരിയാണി എന്ന് പറയുമ്പോ ഞാൻ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു നീ ആ വേറെ വല്ലതും പറഞ്ഞില്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ. എന്നാലും പെണ്ണ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി. അപ്പോൾ ആലോചിക്കണായിരുന്നു അല്ല ബിരിയാണിയിലെ പെണ്ണ് ബിരിയാണി അല്ല പെണ്ണ് ഞാനൊരു കുസൃതി കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചു. നീ അത് കുസൃതിയാണോ ഉദ്ദേശിച്ച? ഞാൻ വിളിച്ച് കുന്തളിപ്പൊന്ന് എന്തായാലും എന്റെ ഇത് അതാണ്. കഴിച്ചോളൂ മുളക് കഴിച്ചോളൂ. പനിഷ്മെന്റ് കഴിച്ചേ പറ്റൂ. എന്താ എരിവില്ല അല്ലേ? തിന്നെ കഴിക്കേ മൊത്തം തിന്നാ മതി. അല്ല അത് ഫുള്ളി ചെയ്യണം. ആ മതി മതി ഓക്കെ. അത് പരിപാടിയാ. ഞാൻ മാത്രം മൊത്തം കഴിക്കണം. മിണ്ടാക്കി അതല്ല സമാസമം തുല്യ ശക്തികളാണ്. അത് കഴിച്ചാ മതി. ഞാൻ കാല് പിടിക്കാം, നിങ്ങളെ കാല് പിടിക്കാം, എനിക്ക് അതിന് പകരം ഞാൻ കാല് പിടിക്കാം പ്ലീസ്. അപ്പൊ നമ്മള് നെഗറ്റീവ് ആവൂട്ടോ. നമ്മളിങ്ങനെ നിർബന്ധിക്കാൻ കാല് കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടു. പണ്ടൊരിക്കൽ ഞാൻ ഇതുപോലെ ഒരാൾ കാല് പിടിച്ചപ്പോ ഞാൻ വെറുതെ വിട്ടാ. ഇവിടെ ഭയങ്കര പക്ഷാഭേദം. എന്നെ ഒരു ഫുൾ മുളക് കഴിച്ചിട്ട് അതിന്റെ തുമ്പ് കടുപ്പിച്ചിട്ട് അത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യവും കൊടുത്തിട്ട് അതെന്ത് പരിപാടി? അതെന്താന്നറിയോ സുചിത്ര? സുചിത്രക്ക് തന്ന മുളകിനകത്തെ നമ്മള് ഫ്ലേക്സ് ഒക്കെ മാറ്റി എരിവില്ലാത്ത ആര് പറഞ്ഞതാ ഈ നാക്ക് എരിയുള്ള നല്ല എരിവുണ്ട് അമ്മോ. അല്ലേ? വീണ്ടും പഴങ്കഞ്ഞി കുടിക്കാൻ. എന്തൊരു ദുഷ്ടത്തരോ നോക്കിയ നാവിന്റെ ഇപ്പോഴും പുകച്ചില് മാറിയിട്ടില്ല. എനിക്ക് ആ സ്റ്റിക്കർ തരൂ പാവം, അതെനിക്ക് തന്നേക്കും. നമ്മൾ ചിരിച്ചോണ്ട് ഇറങ്ങി ഔട്ടായി വന്ന്. പക്ഷെ ഔട്ടായി നമ്മൾ ഗേറ്റ് അടയ്ക്കുമല്ലോ, മറ്റേ അത് അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഞാൻ ആ അടച്ച് ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഒരിക്കൽ കൂടെ ഞാൻ കർട്ടൻ മാറ്റി ഒരു നോട്ടം നോക്കി. അപ്പോഴാണ് എനിക്ക് വിഷമം വന്നത്. ഇവൻ നിന്ന് കരയണു. അതാണ് കാള് പറ്റുന്ന കേട്ടാൽ കയറെടുക്കുന്ന സ്വഭാവമാണ് സുചിത്രയ്ക്ക്. യെസ് യെസ് ചാടി. അതിന്റെ പേര് പിണങ്ങലട്ടോ എന്റെ പൊന്നറിയാ. ആര് പറഞ്ഞപ്പോ ടാറ്റു ചെയ്തപ്പോഴും ഏണി തന്നെ ചെയ്യണം? അത് ഏണിയല്ലേ ഫിലിം അത്. ഓ അതുകൊണ്ടാണ് അത് ഏണിയാക്കി വെച്ചത്. മനസ്സിലായില്ല. OUL ദ കെന്ന ഷോ. മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ പുതിയതായിട്ട് ഒരു ഷോയും കൂടെ നമ്മൾ തുടങ്ങുകയാണ്. ദ കെന്ന ഷോ. നിങ്ങളെ കൂടെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി കെന്ന ഷോ. കാത്തിരിക്കാം. കാഴ്ചയുടെ കൗതുകം ഉണരും വരെ.